ചോറ്റാനിക്കര എരുവേലി മംഗലശ്ശേരിയിലെ ഫിലിപ്പ് ജോണിന്റെ വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയത് മനുഷ്യ അസ്ഥികൂടം തന്നെയെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായി. അസ്ഥികൂടത്തിന്റെ DNA പരിശോധന അടക്കം ഉടൻ നടത്തുമെന്നും വീട്ടുടമയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നും ചോറ്റാനിക്കര പോലീസ് വ്യക്തമാക്കി. ചോറ്റാനിക്കര എരുവേലിയിലെ മംഗലശ്ശേരി വീട് ഡോക്ടർ ഫിലിപ്പ് ജോണിൻ്റെ വീടാണ്. ഇവിടെ കാലങ്ങളായിട്ട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഫിലിപ്പ് ഡോക്ടറാണ്. കൊച്ചിയിൽ ഒരു ക്ലിനിക്കൊക്കെ നടത്തി അവിടെയാണ് താമസം. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ ഡോക്ടർമാരാണ്. അവർ വിദേശത്താണ്. ഈ വീട് ഏകദേശം 14ഓളം ഏക്കറുണ്ട്. കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ആയിട്ടുള്ള ആളുകളും മറ്റുമൊക്കെ ഇവിടെ വരാറുണ്ട്. രാത്രിയും മറ്റുമൊക്കെ കയറി വിവിധങ്ങളായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടത്താറുണ്ടെന്നൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളും മറ്റുമൊക്കെ പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ദിവസം ആണ് ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ചെതൽപ്പുറ്റും മറ്റുമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രയേറെ വർഷങ്ങളുടെ പഴക്കം ഇതിനുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെയൊക്കെ വ്യക്തമാണ്. ആ കസേരയൊക്കെ കാണുമ്പോൾ അറിയാം ഏകദേശം എത്രത്തോളം പഴക്കം ഈ വീടിനുണ്ട് എന്ന്. ഇവിടെയാണ് നിരവധിയായിട്ടുള്ള ആളുകൾ മദ്യപിക്കാനും മറ്റുമൊക്കെ എത്തുന്നു എന്നൊക്കെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും അവരിൽ ആരോ എത്തിയപ്പോഴാണ് ഇത് കാണുകയും തുടർന്ന് ഇവിടുത്തെ വാർഡ് മെമ്പറെ അറിയിക്കുകയും അങ്ങനെ വാർഡ് മെമ്പറാണ് പോലീസിനെ അറിയിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ഫ്രിഡ്ജിനകത്താണ് ഇന്നലെ രാത്രി പോലീസ് മനുഷ്യൻ്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആ അസ്ഥികൂടങ്ങൾ മനുഷ്യൻ്റേതാണ് എന്ന് തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് 3 കവറുകളിലാക്കിയാണ് ഈ ഫ്രിഡ്ജിനുള്ളിൽ ഈ ഡ്രേയിലായിരുന്നു ഇരുന്ന് വെച്ചത്. 3 കവറുകളിലാക്കി. ആ കവറുകളിൽ ഒന്ന് തലയോട്ടിയുണ്ട്, അതിനോട് ചേർന്നുള്ള അസ്ഥികളുണ്ട്, മറ്റൊന്ന് കൈയുടെയും മറ്റുമൊക്കെ അസ്ഥികളുണ്ട്. പക്ഷേ ഈ അസ്ഥികളെല്ലാം തന്നെ മാർക്ക് ചെയ്ത നിലയിലായിരുന്നു. അതായത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന തരത്തിൽ ആയിരുന്നു ഈ കവറിൽ പൊതിഞ്ഞു വെച്ചിരുന്നത് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോറ്റാനിക്കര പോലീസാണ് എത്തി പരിശോധന നടത്തി കേസും കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. ഇത് പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ ഈ അസ്ഥി എങ്ങനെ വന്നു എന്നതാണ് ഇനി പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടത്. നിലവിൽ ഈ ഡോക്ടറെ പ്രാഥമികമായി ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അസ്ഥി അത് പഠനാവശ്യത്തിനായിട്ട് വാങ്ങിയതാണ് എന്നാണ്. അങ്ങനെ പഠനാവശ്യത്തിനായിട്ട് ഈ അസ്ഥി വാങ്ങണമെങ്കിൽ അങ്ങനെ ഇതെങ്ങനെ കിട്ടും എന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യൻ്റെ ഈ തലയോട്ടിയും മറ്റുമൊക്കെ പഠനാവശ്യത്തിനായിട്ട് എങ്ങനെ കിട്ടും? ആ ചോദ്യമാണ് പോലീസിനെ വീണ്ടും കുഴപ്പിക്കുന്നത്. എന്തായാലും അതിനൊക്കെ ഇനി കൂടുതലായിട്ടൊരു ഉത്തരം പറയേണ്ടത് ഡോക്ടർ ഫിലിപ്പ് ജോൺ ആണ്. അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ചോറ്റാനിക്കര പോലീസ് പറയുന്നത്. നിലവിൽ ഈ ഫ്രിഡ്ജിനകത്ത് നിന്നാണ് ഈ അസ്ഥികൂടങ്ങൾ കിട്ടുന്നത്. മറ്റ് അപ്പുറത്തെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടങ്ങളിൽ ഇത് പൂർണ്ണമായിട്ടും ഒരു ഉപയോഗശൂന്യമായ വീട് എന്ന് തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ രാത്രികാലങ്ങളിൽ ഇവിടത്തെ ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആളുകൾ വന്ന് മദ്യപിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്ന ഒരിടമാണ്. അവരിൽ ആരോ ഒരാൾ ഈ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ടെത്തിയതാവാം ഇങ്ങനെ ഒരു അസ്ഥികൂടം. ഈ വീടിൻ്റെ അകത്ത് തന്നെ കാണാം. കാരണം ഒരു ആൾതാമസവും പാർപ്പുമില്ലാതെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ അലങ്കോലമായി കിടക്കുകയാണ്. എന്തായാലും അപസർപ്പകതയെ വെല്ലുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മനുഷ്യൻ്റേതെന്ന് സംശയിക്കുന്ന അസ്ഥികൂടം അത് ആ കവറുകളിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നു. എന്തിന് ഈ ഫ്രിഡ്ജിൽ ഇങ്ങനെ കവറിൽ പൊതിഞ്ഞ് ഈ അസ്ഥികൂടങ്ങൾ വെച്ചു എന്ന ചോദ്യം, ഇത് ആരിൽ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി എന്നതിനെല്ലാം ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ചോറ്റാനിക്കര പോലീസ്. നിലവിൽ ഇത് സംബന്ധിച്ച DNA അടക്കമുള്ള പരിശോധനയ്ക്കായിട്ട് കാക്കനാട്ടിലെ ലാബിലേക്ക് ഉടൻ തന്നെ ഈ അസ്ഥികൾ മാറ്റുമെന്നാണ് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത്. മനോജ് മാടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഏതായാലും അന്വേഷണാത്മക സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലായിപ്പോയി സംഭവം. പഠന ആവശ്യങ്ങൾക്കായി ഇത്തരത്തിൽ അസ്ഥികൂടം വാങ്ങാൻ കിട്ടും. പക്ഷെ അതൊരിക്കലും ശരിക്കുള്ള അസ്ഥികൂടമല്ല. ഫൈബറിലും മറ്റും നിർമ്മിക്കുന്ന അസ്ഥികൂടമാണ് എല്ലുകളുടെ പഠനത്തിനായും മറ്റും MBBS വിദ്യാർത്ഥികൾക്ക് വാങ്ങാനായി കിട്ടുന്നത്. പക്ഷേ ശരിക്കുള്ള അസ്ഥികൂടം എങ്ങനെയാണ് അതിനുള്ളിൽ വന്നത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെ കരുതാം.